ക്യൂബൻ വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോയുടെ സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. സാന്റിയാഗോയിലെ പുരാതന സെമിത്തേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് അന്തിമ ചടങ്ങുകൾ നടക്കുക. അതേസമയം ചിതാ അവശിഷ്ടം വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇപ്പോഴും തുടരുകയാണ്. ക്യൂബൻ ജനതയുടെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങി നീങ്ങുന്ന വിലാപയാത്ര ഞായറാഴ്ചയാണ് സാന്റിയാഗോയിൽ എത്തുക. ചരിത്രത്തിന്റെ ആവർത്തനത്തിന് കാലം സാക്ഷിയാവുകയായിരുന്നു. 1959 ക്യൂബൻ വിപ്ലവത്തിന്റെ വിജയഭേരി മുഴക്കി ഫിദലും സംഘവും സഞ്ചരിച്ച പാതയിലൂടെ ഒരു മടക്കയാത്ര. വെള്ളപ്പൂക്കൾ കൊണ്ട് പട്ടുവിരിച്ച പുഷ്പമഞ്ചത്തിൽ ഹവാനയിൽ നിന്ന് സാന്റിയാഗോയിലേക്ക് പ്രത്യേകം ക്രമീകരിച്ച ക്യൂബൻ സൈനിക വാഹനത്തിലാണ് വിപ്ലവഭൂമിയുടെ വീരനായകന്റെ ചിതാവശിഷ്ടം കൊണ്ടുപോകുന്നത്. 3 ദിവസം കൊണ്ട് ഏതാണ്ട് 900 കിലോമീറ്റർ യാത്ര ചെയ്താണ് അന്തിമ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സാന്റിയാഗോയിലെ സെമിത്തേരിയിലെത്തുന്നത്. സാന്റിയാഗോയിലെ ഇഫിജിനിയ സെമിത്തേരിയിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ഇനി ആ ജ്വലിക്കുന്ന ഓർമ്മകൾ നിത്യവിശ്രമം കൊള്ളുക. 19ാം നൂറ്റാണ്ടിലെ ക്യൂബൻ സ്വാതന്ത്ര്യ പോരാളി ജോസ് മാർട്ടിയുടെ സമീപത്തായിരിക്കും 21ാം നൂറ്റാണ്ടിന്റെ നായകനും ഇനി കുടികൊള്ളുക. സ്വാതന്ത്ര്യത്തിന്റെ വാഹനം എന്ന് പേരിട്ട വാഹനം രാജ്യത്തിന്റെ ഓരോ പ്രദേശവും കടന്നുപോകുമ്പോൾ തെരുവിന്റെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ ക്യൂബൻ ദേശീയ പതാക വീശിയും വി ആർ ഫിദൽ എന്നുമൊക്കെ മുദ്രാവാക്യം വിളിച്ചും ചിലർ ഈറൻ മിഴികളോടെയും നാടിന്റെ വീരപുത്രന് യാത്രാമംഗളങ്ങൾ നേരുന്നു. No hay palabras, se lo debemos todo a nuestro comandante, todo se lo debemos, la educación, la salud, todo, nuestra revolución, todo, gracias, gracias de donde usted está, siempre lo vamos a tener en nuestros corazones, siempre porque somos cubanos, y viva Fidel. ഹവാനയിലെ വിപ്ലവ ചതുരത്തിൽ നിന്ന് സാന്റിയാഗോയിലേക്കുള്ള ഈ യാത്രയ്ക്ക് അവസാനമില്ല. അത് ഒരു ജനതയുടെ മനസ്സിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഈ മനുഷ്യന് മരണമില്ലെന്ന് ഓരോ ജനസമൂഹവും തങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്.